നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴേ തന്നെ പ്രവർത്തനങ്ങൾ UDF തുടങ്ങി കഴിഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുതിർന്ന നേതാക്കന്മാരെയൊക്കെ കളത്തിലിറക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിജയം ഉറപ്പിച്ചേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് UDFന്റെ ഓരോ നീക്കങ്ങളും. അതേസമയം തന്നെ LDF ആണെങ്കിലും അപ്രതീക്ഷിതമായ തദ്ദേശത്തിൽ ലഭിച്ച തിരിച്ചടി എങ്ങനെയും നിയമസഭയിൽ അനുകൂലമാക്കി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങളിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോ വരുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ പറയുന്നത് ഒരു ക്രിസ്മസിന് ശേഷം അല്ലെങ്കിൽ ക്രിസ്മസ് അവധിക്ക് ശേഷം ഇത്തരത്തിൽ നിയമസഭയിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മറ്റെല്ലാ മുന്നണികളെക്കാളും മുൻപ് തന്നെ കോൺഗ്രസ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളല്ലേ ഇപ്പൊ നമ്മൾ കാണുന്നത്. അതായത് UDF തദ്ദേശത്തിൽ കാണിച്ച അതേ വേഗത്തിൽ തന്നെയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സമീപിക്കുന്നത്. അവർ മുന്നണി യോഗങ്ങൾ ശക്തമാക്കുന്നു, സ്ഥാനാർത്ഥികളുടെ പട്ടിക ഏകദേശം രൂപത്തിലേക്ക് എത്തിക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാം കൃത്യമായിരുന്നു, വ്യക്തമായിരുന്നു. അവർക്ക് കൃത്യമായി സംഘടനാ സംവിധാനമില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയെടുത്ത് അവർ ജംബോ കമ്മിറ്റി വന്നപ്പോൾ ഇത് തകർന്നടിയുമെന്ന് പറഞ്ഞപ്പോൾ അവർ കൃത്യമായി സീനിയർ ലീഡർമാരെ ഇറക്കിയാണ് കളം പിടിച്ചത്. ഇപ്പോൾ നോക്കൂ, കണ്ണൂർ ഇന്നലെ നമ്മുടെ ഇവിടെ രോഹിതേട്ടൻ ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്ത കാര്യമാണ്. കണ്ണൂർ K. സുധാകരൻ, കോഴിക്കോട് രമേശ് ചെന്നിത്തല, തിരുവനന്തപുരത്ത് K. മുരളീധരൻ, എറണാകുളത്ത് VD സതീശൻ, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, തൃശ്ശൂരിൽ ബെന്നി ബെഹനാൻ, അങ്ങനെ വളരെ വലിയൊരു പാനലിനെ ഇറക്കിയാണ് ഇത്തരത്തിൽ തദ്ദേശത്തിൽ ഒരു പടി മുന്നിൽ കടന്നുകൊണ്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ സീനിയർ നേതാക്കളെ ഇറക്കി കളം പിടിച്ചുകൊണ്ട് നിയമസഭയിൽ തിരിച്ചു വരാനുള്ള ശ്രമം UDFന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നോക്കൂ, അതായത് കോൺഗ്രസ് നേതാക്കളെ, മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ VM സുധീരനെ, അതേപോലെ K. സുധാകരനെ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ തുടങ്ങിയവരെ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് ഇവർക്ക് പുറമേ എല്ലാം ഒരുപാട് യുവാക്കളെ സർപ്രൈസ് സ്ഥാനാർത്ഥികളായിട്ട് കൊണ്ടുവരാനുള്ള ചർച്ചകൾ അണിയറയിൽ ഇനി 3.5 മാസക്കാലമേ ഉള്ളൂ. അത് ദ്രുതഗതിയിൽ തന്നെ വളരെ വേഗത്തിൽ ഇത് പൂർത്തിയാക്കേണ്ട സാഹചര്യമുണ്ട്. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് VD സതീശനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2 തെരഞ്ഞെടുപ്പ് ജയിച്ചത് കൊണ്ട് തന്നെ ഇവരെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലവിലില്ല എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ പല സിനിമാ താരങ്ങളെയും സർപ്രൈസ് സ്ഥാനാർത്ഥികളായി നിർത്താൻ സാധ്യതയുണ്ട് എന്നാണ് വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ കണ്ടിരുന്നു ഒരുപാട് സിനിമാ താരങ്ങൾ. പക്ഷേ ഇത്തവണ ഇതുവരെ കണ്ടവരെ അല്ലാതെ അപ്രതീക്ഷിതമായി കുറെ ആളുകൾ കൂടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യതകൾ കാണുന്നുണ്ട്. എത്രത്തോളം സിനിമാക്കാരെ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നത് പൊതുജനങ്ങൾ ഏറ്റെടുക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ? തീർച്ചയായും. അതായത് കഴിഞ്ഞ തവണ നമുക്കറിയാം കോഴിക്കോട് ബാലുശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടി, അതേപോലെ കോൺഗ്രസിന് ആഭിമുഖ്യം പുലർത്തുന്ന പല സിനിമാ സാഹിത്യ മേഖലകളിൽ നിൽക്കുന്ന പലരുമുണ്ട്. ഇപ്പം രമേശ് പിഷാരടി ആവട്ടെ, ടിനി ടോം ആവട്ടെ, അങ്ങനെ പലരെയും പരിഗണിക്കുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. അതായത് എന്താണ് ഇത് മുഖ്യധാര മാധ്യമപ്രവർത്തകരെ പരിഗണിക്കുമെന്നുള്ളൊരു വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ അവർ ടൈറ്റ് ടു ടൈറ്റ് ഫൈറ്റ് കൊടുക്കാനായിട്ട് ഇപ്പോൾ പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ പോലും ടൈറ്റ് ടു നെക്ക് ഫൈറ്റ്, അല്ലെങ്കിൽ മറ്റ് ഇപ്പം ഇന്നലെ നമ്മൾ സംസാരിച്ചു പോലെ രാജീവിൻ്റെ മണ്ഡലത്തിലേക്ക് ഷിയാസ് മത്സരിക്കാൻ വരുന്നു. അവിടെ അങ്ങനെ അത്തരത്തിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് KPCC അധ്യക്ഷന്മാർ, അല്ലെങ്കിൽ DCC അധ്യക്ഷന്മാർ, ഇവരെ എല്ലാവരെയും തന്നെ ഇപ്പം മലപ്പുറം ജില്ലയിൽ പ്രതിപക്ഷമില്ല, ജില്ലാ പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ DCC അധ്യക്ഷനായിട്ടുള്ള VS ജോയിയെ പോലുള്ളവരെ പരിഗണിക്കുന്നു എന്ന വാർത്തകൾ വരുന്നു. അത് ഇന്നലെ തന്നെ ഈ പല സീറ്റുകളും, അതായത് ഇപ്പോൾ UDFിനകത്ത് നിൽക്കുന്ന ഘടകകക്ഷികളുമായി സംസാരിച്ച് ഇപ്പം ലീഗിന് സ്വാധീനം ചെലുത്തിയിട്ട് ജയിക്കാൻ കഴിയാത്ത സീറ്റുകളാണെങ്കിൽ അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. കോൺഗ്രസിൻ്റെ പല സീറ്റുകളും മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ സമസ്കൃതമായിട്ടുള്ള ചർച്ചകൾ എല്ലായിടത്തും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. അല്ല, ഇപ്പോ ഈ പറയുന്നത് പോലെ തന്നെ ഈ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുമ്പോൾ പോലും ചെറിയ ചില പിണക്കങ്ങളും മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് CPMന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരത്തിൽ ചരിത്രത്തിൽ ആദ്യമായാണ് അവർക്ക് ഈ ഒരു തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായി അവർ പണിയുമെന്നുള്ളതിന് തീർച്ചയായിട്ടും K. സുധാകരനെ പോലെയുള്ളവരൊക്കെ കണ്ണൂർ വരികയാണെങ്കിൽ അദ്ദേഹം ഇപ്പൊ മുഖ്യമന്ത്രി ക്ലെയിം വെക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അടുത്ത ചോദ്യം. അത് ജയിച്ചു വന്നതിന് ശേഷം K. സുധാകരനെ പോലെയുള്ളവരെയൊക്കെ കണ്ണൂർ മത്സരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല 6 MPമാർ കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതിലൊരാൾ K. സുധാകരനാണെന്ന് പറയുന്നു. ഇപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പുള്ളിക്കാരൻ KPCCയുടെ മുൻ അധ്യക്ഷനായിരുന്നു, അദ്ദേഹത്തെ നാദാപുരത്തോ അല്ലെങ്കിൽ പേരാമ്പ്രയിലോ മത്സരിപ്പിക്കൂ എന്നുള്ള വാർത്തകൾ വരുന്നു. അതേപോലെ മറ്റ് വാർത്തകൾ, ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾ ഇതിനോടകം ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അടിമുടി, അതായത് എല്ലാ ലൂപ്പോളുകളും അടച്ചുകൊണ്ട് ഏത് വിധേനയും ഭരണം പിടിക്കണമെന്ന ലക്ഷ്യവുമായിട്ടാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. അതിൽ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ തദ്ദേശത്തിൽ ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തു.
അപ്പോൾ പലരെയും മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ് ഒരുപാട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് കോൺഗ്രസിന്റെ ശാപമെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. അങ്ങനെയല്ല, സീനിയർ നേതാക്കൾ കളത്തിലിറങ്ങി കളം പിടിച്ച് പ്രവർത്തനം നടത്തിയതിന്റെ ഒരു എഫക്റ്റ് ഇപ്പോൾ കണ്ടതാണ്. അതെ, തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പല മുതിർന്ന നേതാക്കന്മാരും ഇനി നിയമസഭയിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ പുതുമുഖങ്ങൾ മുന്നോട്ട് വരുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കിക്കൊണ്ട് നിയമസഭയിൽ പിടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ളത്. CPM-ന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരത്തിൽ ഘടകകക്ഷികളായിട്ടുള്ള NCP-യും കോൺഗ്രസ് SNയും ഒക്കെ മത്സരിപ്പിച്ചുകൊണ്ട് അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകാനാണ് CPM ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിൽ KK ശശീന്ദ്രനെ പോലെയുള്ള പല മിനിസ്റ്റേഴ്സിനെയും അല്ലെങ്കിൽ പല നേതാക്കന്മാരുടെയും കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. കാരണം അവരൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോഴുള്ള അവരുടെ പ്രവർത്തന രീതി ഈ പറയുന്ന CPM-നകത്ത് തന്നെ വലിയ രീതിയിൽ അല്ലെങ്കിൽ LDF-നകത്ത് തന്നെ ചെറിയ കല്ലുകടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലരെയും മാറ്റി നിർത്താനുള്ള സാധ്യതകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തുന്നത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകളിൽ ഉയർന്നു കേൾക്കുന്നത് ശശീന്ദ്രന്റെ പേരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്തുന്നതും CPM-ന് ഒരു തിരിച്ചടിയാവാൻ സാധ്യതയില്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ഈർക്കിലി പാർട്ടികളെ പരിഗണിക്കേണ്ട എന്ന CPM-ന്റെ നയമുണ്ടല്ലോ, അത് അവർക്ക് കൃത്യമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അവർക്ക്, അതായത് ഇപ്പൊ CPI ഇടഞ്ഞു നിൽക്കുന്നു, മറ്റ് പല മുന്നണിക്കകത്ത് നിൽക്കുന്ന പല ചെറിയ ചെറിയ പാർട്ടികൾക്കകത്തും എന്താണ് അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. അല്ല, CPI ഇടഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാലും അവർ LDF-ന് വേണ്ടി ചേർന്ന് നിൽക്കും എന്നുള്ളതാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശത്തിൽ പോലും നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ തോൽവിയേറ്റ് വാങ്ങേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും. പക്ഷേ CPI അല്ലാതെയുള്ള മറ്റു പല മുന്നണികളെയും ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെയൊക്കെ തന്നെയും LDF തഴയുന്നു, അല്ലെങ്കിൽ അവർ കൂടെ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതുകൊണ്ട് അവരെയൊക്കെ മാറ്റി നിർത്തുന്നു എന്നുള്ള വാർത്തകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് UDF-ന്റെ കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ ആർക്ക് എന്താണ് ഒരു വാതിലും ഇവിടെ കൊട്ടി അടയ്ക്കപ്പെടുന്ന സാഹചര്യം ആർക്ക് വേണോ വരാവുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ഈ ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെയും കേരള കോൺഗ്രസ് ബിയെ ഒന്നും തിരിച്ച് മുന്നണിയിലേക്ക് എടുക്കണ്ട എന്ന് അവരുടെ പ്രവർത്തകരുടെ വികാരം കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഉൾക്കൊള്ളുകയാണെങ്കിൽ അത് തെറ്റ് പറയാൻ കഴിയില്ല. അതായത് പക്ഷെ എന്തായാലും ജോസ് കെ മാണി ഇടതുപക്ഷം വിട്ടു പോകില്ല എന്നുള്ളൊരു അന്തിമമായ തീരുമാനമാണ് നിലവിലൊക്കെ നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ ഇന്നലത്തെ ചർച്ചകളിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ നേതാക്കൾ പറയുന്നത് മാത്രം തൊണ്ടതൊടാതെ വിഴുങ്ങാനിരിക്കുന്നതല്ല ഇവിടുത്തെ പ്രവർത്തകർ എന്ന് പറയുന്നത്. അവർക്ക് കൃത്യമായിട്ട് ഇവർക്കെതിരെ എന്താണ് ആശയപരമായി യുദ്ധം ചെയ്ത് അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയ വാളുകൾ കമന്റും പോസ്റ്റും ചെയ്ത് അത്രയേറെ ഒരു രാഷ്ട്രീയമായ സമ്മർദ്ദത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് കേരള കോൺഗ്രസിനെ ഇവിടേക്ക് കൊണ്ടുവരികയും എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയും അവർക്ക് വലിയ സ്ഥാനങ്ങൾ കൊടുക്കുകയും ചെയ്താൽ അത് സാധാരണ പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ താഴെ തട്ടിൽ ഒന്നുമില്ലാത്ത കച്ചിത്തുരുമ്പ് പിടിച്ച് പണിയെടുത്തുണ്ടാക്കിയ തദ്ദേശത്തിന്റെ വിജയത്തിൽ ഒരു വലിയ നാഴികക്കല്ലായി മാറിയിരുന്ന ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് വല്ലാത്ത നിരാശയുണ്ടാക്കും. അതായത് മേലെ തട്ടിൽ നിന്ന് വരുന്ന തീരുമാനങ്ങൾ അങ്ങനെ അംഗീകരിച്ചിട്ടൊന്നുമില്ല. അപ്പം അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ബി അല്ലെങ്കിൽ എം ഉൾപ്പെടെയുള്ളവർ വേണ്ട എന്നിപ്പോൾ RJD വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അൻവറിനെ അതും ഇതാക്കിയിട്ടില്ല, എന്താണ് ഒരു പ്രധാന ഘടകകക്ഷി എന്ന നിലയിൽ അസോസിയേറ്റ് പാർട്ട്ണർ എന്ന നിലയിൽ ഇവർക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ, പക്ഷെ അതിൽ RJD-യുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം നിലനിൽക്കുന്നു. CK ജാനു ഉൾപ്പെടെയുള്ളവർ അതിന്റെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടതാണ്. കോൺഗ്രസ് പഴയ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികൾ, പല പഴയ കാലത്തെ പോലീസ് വേട്ടകളെ പറ്റിയുള്ള പല പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിലും അതേപോലെ മറ്റ് മേഖലകളിലൊക്കെ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ ഇതിലെല്ലാം തന്നെ പുറത്തുനിന്നുണ്ടാകും. നമുക്ക് ജനുവരി 15-നകം ഈ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തീകരിക്കുമെന്നാണ് പുതുതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ പറയുന്നത്. അതിനുശേഷമായിരിക്കും സ്ഥാനാർത്ഥികളുടെ ഇനി 3.5 മാസം കാലമേ ഉള്ളൂ. വീണ്ടും നമ്മൾ ജനാധിപത്യത്തിന്റെ മറ്റൊരു മഹോത്സവത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ്. എല്ലാവരുമായിട്ട് ഉഭയകക്ഷി ചർച്ചകളൊക്കെ നടത്തിയിട്ട് കൃത്യമായി സീറ്റുകൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഒരുപടി മുന്നേ തന്നെ തുടങ്ങി അത് കൃത്യമായ ട്രാക്കിൽ കൊണ്ടുപോയി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ VD സതീശന് ആകും. ഇത് ടീം UDF ആയിരിക്കും. ഇപ്പോൾ രാഹുൽ രവീന്ദ്രന്റെ വാക്കുകൾ കടമെടുത്ത് അവസാനിപ്പിക്കുകയാണ്. കോൺഗ്രസ് ചേർന്ന് നിന്നാൽ ജനാധിപത്യമുള്ള കേരളത്തിലെ എല്ലാ ജനങ്ങളും കോൺഗ്രസിനൊപ്പം നിൽക്കും. UDF വലിയൊരു വിജയം നേടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്.